പെങ്ങളോട് പറയുകയാ, വ്യഭിചരിക്കല്ലേ മോള്, വ്യഭിചരിക്കല്ലേ മോള്. അതാ നിന്റെ ശരീരത്ത് പോലും ഒരു അന്യപുരുഷനെ തൊടുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത്. അത് പാപമാ. ഇന്നത്തെ തലമുറയ്ക്ക് അത് പാപമല്ല. തൊടുന്നതും പിടിക്കുന്നതും തട്ടുന്നതും പാപമല്ലാത്ത കാലമാണ്. ഒരു പെണ്ണ് നിന്റെ ശരീരത്ത് ഒരാണ് തുടരുത്. ഹറാമാണ് പെങ്ങള്, പാപമാണ് പെങ്ങള്. പൊന്നു പെങ്ങളോട് എനിക്ക് പറയാറുള്ളത്, നിന്റെ ശബ്ദം പോലും ഔറത്താ, നിന്റെ ശബ്ദം പോലും ഔറത്താ. പായിപ്പാട് പള്ളിയുടെ മുമ്പിലിരിക്കുന്ന പെങ്ങളോട് പറയുകയാ, നിങ്ങൾ ആരെങ്കിലും മരിച്ചാ പായിപ്പാട് പള്ളിയിലെ ഇമാമിനെ കാണുന്നത് പോലും ഹറാമാ. മരിച്ചാ പോലും കാണാൻ പാടില്ല. അല്ലാഹുവേ, ഒരു പെണ്ണ് സലാം പറയരുത്. സലാം പറയുന്നത് പോലും പാപമാണോ? എന്റെ പെങ്ങളെ, നിന്റെ ശബ്ദം പോലും ഔറത്താണ്. അതുകൊണ്ട് പെങ്ങളോട് പറയുകയാണ്, അല്ലാഹുവെ പേടിച്ച് നടക്ക് പെങ്ങള്. വലാ തഖറബു സിനാ ഇന്നഹു കാന ഫാഹിഷാ. അത് വൃത്തികെട്ട ഒരു കാര്യമാണ്, അതൊരു മോശമായ കാര്യമാണ്. എന്റെ പെങ്ങളോട്, എന്റെ പെൺകുട്ടികളോട് പറയുകയാ, ശരീരത്തെ തൊടുന്നവനുമായിട്ടുള്ള ബന്ധം നീ അവസാനിപ്പിക്കണേ. ശരീരത്തെ തൊടുന്നവനുമായിട്ടുള്ള ബന്ധം, അത് എത്ര വലിയവനാകട്ടെ, കുടുംബക്കാരനാകട്ടെ, കൂട്ടുകാരനാകട്ടെ, അയൽവാസിയാകട്ടെ, കൂടെ പഠിക്കുന്നവനാകട്ടെ, ശരീരത്തെ തൊടുന്ന ബന്ധം അവസാനിപ്പിക്കുക. ഒരു പെണ്ണിന്റെ ശരീരത്ത് തൊടൽ അത് പാപമാ, വ്യഭിചാരമാ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. നമ്മൾ പലരും ചിന്തിക്കുന്നത്, കുടുംബത്തിൽ നിങ്ങൾ നിൽക്ക്, നാട്ടുകാരെയല്ല സൂക്ഷിക്കേണ്ടത്. നബിതങ്ങളുടെ ഹദീസ് തന്നെയുണ്ട്, നാട്ടുകാരെയല്ല സൂക്ഷിക്കേണ്ടത്, കുടുംബത്തിലെ അകന്ന ചെറുപ്പക്കാരെ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആമീൻ പറ, ആമീൻ പറയടോ. കുടുംബത്തിലെ വല്ല ചെറുപ്പക്കാരനെ പേടിക്കണോ? അയൽവാസി, നാട്ടുകാരൻ, അവനെ പോകട്ടെ. എന്ന കുടുംബത്തിൽ അകന്ന ചെറുപ്പക്കാരൻ എപ്പോഴും വീട്ടിൽ വന്നു പോകാൻ സ്വാതന്ത്ര്യമുള്ളവൻ, എപ്പോഴും വീട്ടിൽ വന്ന് കയറിപ്പോകാൻ സ്വാതന്ത്ര്യമുള്ളവൻ, അവനെയാ സൂക്ഷിക്കേണ്ടത്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ.